വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കും. നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന 29-നോ പിറ്റേ ദിവസമോ ആകും പ്രമേയം അവതരിപ്പിക്കുക. പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, SIR നടപ്പാക്കുന്നതിന്റെ നടപടിക്രമങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പ്രാഥമിക ഘട്ട നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ചൊരു നീക്കമുണ്ടാകുമെന്ന് നമ്മൾക്ക് കരുതാൻ കഴിയുമോ? അനുജ, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് പോവുക. ഭരണപ്രതിപക്ഷങ്ങൾ ഒരുപോലെ സംശയത്തോടെയും ആശങ്കയോടെയുമാണ് ഈ SIR നോക്കിക്കാണുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ SIR പൂർത്തിയാക്കി 2002-ലെ വോട്ടർ പട്ടികയും 2005-ലെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ആദ്യ നടപടി. അതിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത്. SIR നടപ്പാക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. നിയമസഭാ സമ്മേളനത്തിന് രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന 29-നോ തൊട്ടടുത്ത ദിവസമോ സഭയിൽ പ്രമേയം അവതരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ അപ്ഡേഷൻ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. പ്രമേയത്തിന്റെ കരട് അത് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവുമായി സർക്കാർ ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തി. പ്രതിപക്ഷ പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ട്. കാരണം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്തായാലും SIR സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കേരളം എതിർക്കുന്നു എന്നുള്ളൊരു ധ്വനി പുറത്തേക്ക് കൊണ്ടുവരിക, അതാണ് സർക്കാരും അതേപോലെ തന്നെ പ്രതിപക്ഷവും ലക്ഷ്യം വെക്കുന്ന കാര്യം. അനുജ, ശരി, SIR-നെതിരെ പ്രമേയം, അത് യോജിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കേരള നിയമസഭ SIR-നെതിരെ എന്നുള്ള വിവരം. അതാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.